ഇവിടെ ഇത് നമ്മൾ കേന്ദ്രവുമായി ഒരു ഏറ്റുമുട്ടലിനില്ല എന്ന് പറയുമ്പോൾ തന്നെ സാധാരണ നമുക്കറിയാം ഈ നയപ്രഖ്യാപന പ്രസംഗങ്ങൾ സർക്കാരുകൾ അത് ഏത് തന്നെയാണെങ്കിൽ മുന്നണി മാറിയാലും അതൊരു തുടർച്ചയാണ്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ സർക്കാരിൻ്റെ ഭരണങ്ങൾ പരാമർശിക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. അതിൽ അത്ഭുതവുമില്ല. എങ്കിൽ പോലും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തെ ഏതെങ്കിലും തരത്തിൽ പരാമർശിക്കാനോ ഏതെങ്കിലും പദ്ധതികളെക്കുറിച്ച് സംസാരിക്കാനോ ഏതെങ്കിലും ക്ഷേമ പദ്ധതികളെക്കുറിച്ച് പ്രതിപാദിക്കാനോ പോലും ഈ നയപ്രഖ്യാപനത്തിൽ തയ്യാറായിട്ടില്ല. അത് 2 തരത്തിലുണ്ട്. ഒന്ന്, സർക്കാരുകളെ കുറ്റപ്പെടുത്തിയിട്ടുമില്ല. മറ്റൊന്ന്, കഴിഞ്ഞ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച ഏറ്റെടുക്കുമെന്ന തരത്തിലുള്ള പരാമർശവുമില്ല. അങ്ങനെയാണ് പ്രാഥമികമായി മനസ്സിലാക്കിയത്. അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ ഡാൻ മനസ്സിലാക്കിയതിൽ നിന്ന്? അതായത് പ്രത്യക്ഷത്തിൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ പരോക്ഷമായി അത് തുടരുമെന്നതിൻ്റെ സൂചന തന്നെയാണ് ഇതിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒറ്റ ഉദാഹരണമേ ഉള്ളൂ, ക്ഷേമ പെൻഷൻ. കാരണം കഴിഞ്ഞ നമുക്കറിയാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷൻ സാങ്കേതികമായ തടസ്സങ്ങൾ മൂലം വിതരണം ചെയ്യാൻ ഉണ്ടായ സാഹചര്യത്തെ രാഷ്ട്രീയമായി വലിയ ചർച്ചയാക്കി മാറ്റാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിരുന്നു. പിന്നീട് 2 തവണ പിണറായി സർക്കാർ, 1-2 പിണറായി സർക്കാരുകളുടെ കാലത്ത് ക്ഷേമ പെൻഷൻ ഉയർത്തിക്കൊണ്ടുവന്ന ഒടുവിലത് 2000 രൂപ വീതം അക്കൗണ്ടിലേക്ക് എത്തുന്ന സാഹചര്യം, അത് 2500 രൂപ വരെ ആക്കുമെന്ന പ്രഖ്യാപനം, അത് തുടർച്ചയായി തന്നെ കൊടുക്കുന്നതിൽ ഒരു പരിധിവരെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. അതായത് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒരു വശത്ത് അലട്ടുമ്പോഴും 62 ലക്ഷം കുടുംബങ്ങളിലേക്ക് ക്ഷേമ പെൻഷന്റെ ഗുണഭോക്താക്കൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു ഇടതുമുന്നണി ഏറ്റവും വലിയൊരു നേട്ടമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഉയർത്തിക്കാണിച്ചത്. അതേ ക്ഷേമ പദ്ധതി ഏത് തരത്തിലായിരിക്കും 3000 രൂപ വീതം നടപ്പിലാക്കുക, അല്ലെങ്കിൽ 3000 രൂപ വീതം കൊടുത്തുകൊണ്ട് സാമൂഹ്യക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് കൃത്യമായ ഊന്നൽ നൽകിക്കൊണ്ട് തന്നെയാണ് നയപ്രഖ്യാപന പ്രസംഗം അവസാനിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇടതുമുന്നണി നടത്തിയ ക്ഷേമ പദ്ധതികളുടെ തുടർച്ചയെന്ന ഒരു പരാമർശവും അവിടെ ഇല്ല. പക്ഷേ അവർ അന്ന് തുടർന്നുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ ജനക്ഷേമം ലക്ഷ്യമിട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉറപ്പാക്കാനായി നടപ്പിലാക്കിയ പദ്ധതികളുടെ തുടർച്ച സ്വാഭാവികമായി ഇത്തവണയും ഉണ്ടാകും. അതിനെക്കുറിച്ച് നേരിട്ട് എടുത്ത് പറയുന്നില്ല എങ്കിൽ കൂടി ക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഈ നയപ്രഖ്യാപന പ്രസംഗം അതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ കൂടി ബോധ്യത്തിലാണ് അത്തരം പ്രഖ്യാപനങ്ങളിലേക്ക് കൂടി തീർച്ചയായും. ഇനി ഡാൻ സൂചിപ്പിച്ച കാര്യം, അതായത് ഈ നയപ്രഖ്യാപനം ഒറ്റ നോട്ടത്തിൽ കണ്ണോടിക്കുമ്പോൾ ഒരു സമഗ്രതല സ്പർശിയായി പോയി എന്ന് തന്നെ പറയാം. അതിലിപ്പോൾ നേരത്തെ തന്നെ നമുക്കറിയാം വയോജന വകുപ്പിന് ഊന്നൽ നൽകും. കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ മധ്യകേരളത്തിലേക്കൊക്കെ വന്നാൽ അവിടുത്തെ മക്കൾ എല്ലാവരും തന്നെ വിദേശത്തായിരിക്കും, വലിയ കെട്ടിടങ്ങൾ ഉണ്ടാകും, അവിടെ പ്രായമായവർ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വയോജനങ്ങൾ അധികമായുള്ളൊരു സംസ്ഥാനമായി നമ്മൾ മാറാൻ പോകുന്നു. യുവാക്കൾ, നമ്മൾ യൂറോപ്യൻ നിലവാരത്തിൽ എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ യുവാക്കൾ മറ്റ് രാജ്യങ്ങളിൽ ജോലിക്ക് പോവുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നു. അത് നമ്മളെ സാമ്പത്തികമായി തളർത്തുന്നു. നമ്മൾ വനിതാ സൗഹൃദം എന്നൊക്കെ പറയുമ്പോൾ പോലും വനിതകളുടെ ജീവിത രീതിയിലേറെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അവർ മുഖ്യധാരയിലേക്ക് കൂടുതലെത്തുന്നു, അവർ തൊഴിൽ മേഖലയിൽ വ്യാപൃതരാണ്. അവിടെയാണ് ഈ ആർത്തവാവധി ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യപ്പെടുന്നത്. അങ്ങനെ കർഷകരുടെ പ്രതിസന്ധി, അസംഘടിത തൊഴിലാളി മേഖല, വ്യവസായം, വാണിജ്യം, ഏതാണ്ട് എല്ലാ മേഖലകളെ സംബന്ധിച്ചും ഗവർണർ പരാമർശിച്ചു പോവുകയും ആ മേഖലയൊക്കെ തിരിച്ചു പിടിക്കും എന്ന തരത്തിൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള, ആഗോളതലത്തിൽ പ്രശംസ പിടിച്ചു പറ്റിയ, അംഗീകാരം നേടിയ ഒരു ആരോഗ്യ മേഖല കേരളത്തിലുണ്ട് എന്ന് അദ്ദേഹം ഊന്നി പറയുകയും അതോടൊപ്പം തന്നെ സാമൂഹ്യമായി കേരളം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് ഒരു വശത്ത് കൃത്യമായി തന്നെ പരാമർശിക്കുകയും ചെയ്യുമ്പോഴാണ് മറുവശത്ത് സ്ത്രീ സംരക്ഷണത്തിനും സ്ത്രീ സുരക്ഷയ്ക്കും സ്ത്രീ ക്ഷേമത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് സർക്കാർ ഇനി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് കൂടി പ്രത്യേകമായി അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കാർഷിക മേഖലയും ആരോഗ്യ മേഖലയും മാത്രമല്ല, സാമൂഹ്യ ക്ഷേമ മേഖലകളിൽ, അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലകളിൽ നൂതനമായി നടപ്പിലാക്കാൻ പോകുന്ന പ്രത്യേക പദ്ധതികൾ, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന പ്രവർത്തനം കാഴ്ചവെക്കുന്ന, അല്ലെങ്കിൽ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് ഈ സാമ്പത്തികമായ പ്രതിസന്ധികളെയും പരിമിതികളെയും മറികടന്നുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പിന്തുണ ഏത് തരത്തിലാകും എന്നുകൂടി നയപ്രഖ്യാപന പ്രസംഗത്തിൽ കൃത്യമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പ്രത്യേകമായി മോട്ടിവേഷണൽ പ്രോഗ്രാമുകൾ കൂടി നടപ്പിലാക്കുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്.
പറയുന്നത്. അതായത് കേരളത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്, ഭാവി സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ അഭ്യസ്തവിദ്യരായ യുവസമൂഹം തന്നെയാണ്. അവരെ ഏത് തരത്തിൽ ക്രിയാത്മകമായി കേരളത്തിൻ്റെ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവർക്ക് മുമ്പിൽ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള വഴി എങ്ങനെ തുറക്കാം എന്നതിൻ്റെ കൃത്യമായൊരു നേർരേഖയായി മാറുകയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം. ഇനി നേരിടാൻ പോകുന്ന വെല്ലുവിളി, ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ എങ്ങനെ ഈ പദ്ധതികൾ, ഈ നൂതന സംവിധാനങ്ങൾ, ഈ ക്ഷേമ പദ്ധതികളൊക്കെ ക്രിയാത്മകമായി നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയും, അതിന് പണം എവിടെ എന്ന ചോദ്യമുയരും. ആ ചോദ്യത്തിനുള്ള ഉത്തരം എങ്ങനെയായിരിക്കും ആ പ്രതിസന്ധികളെ സംസ്ഥാന സർക്കാർ മറികടക്കാൻ പോകുന്നതിനുള്ള ഉത്തരം ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിയാണ് വ്യക്തമാക്കേണ്ടത്. അദ്ദേഹവും അല്പസമയത്തിനകം അതോടൊപ്പം സാമൂഹികമായ ചില പ്രശ്നങ്ങൾ കൂടി ഇതിൽ ഉയർത്തി കാണിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഈ ലഹരിയുടെ ഉപയോഗം യുവാക്കൾക്കിടയിൽ വേണ്ടത്ര നമ്മുടെ ഭരണകൂടങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ തടയാൻ നടപടിയെടുക്കുന്നുണ്ടോ എന്ന് പൊതുസമൂഹം സംശയിക്കുന്ന ഒന്നാണ്. അവിടെയാണല്ലോ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ ആദ്യം നടത്തിയ പ്രഖ്യാപനം തന്നെ അതായിരുന്നു, ലഹരിക്കെതിരായ പോരാട്ടം എന്നതാണ്. അപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളടക്കം ഇത്തരത്തിൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുമ്പോൾ അത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ കേരളത്തിനും വലിയൊരു പരിധിവരെ ലഹരിയെ മാറ്റി നിർത്താൻ സാധിക്കും. വളരെ കൃത്യമായ ഓപ്പറേഷൻ തൂഫാനെ കുറിച്ച് ഇതിൽ പരാമർശിച്ചു പോവുകയും ചെയ്യുന്നുണ്ട് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ലഹരിയുടെ ഗണത്തിലേക്കല്ല എങ്കിൽ പോലും മദ്യനയത്തിലടക്കം വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അതായത് ലഹരി മാഫിയയുടെ വേരറക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. അതിന് പ്രഥമ പരിഗണന തന്നെ നൽകുന്നു. അതിനായി ലഹരി ശൂന്യ സംസ്ഥാനമായി കേരളത്തെ മാറ്റാനായി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നൊരു സന്ദേശം കൂടി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പങ്കുവച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് സീറോ ടോളറൻസ് ടു ഡ്രഗ്, ഈ ഒരു വിട്ടുവീഴ്ചയും ഈ ലഹരിയോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല. ലഹരി മാഫിയയുടെ വേര് സംസ്ഥാനത്തെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള ഇടപെടലുകൾ കൃത്യമായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതോടൊപ്പം ഈ ലഹരി വിൽപ്പനയുടെ ശൃംഖലയുടെ ഭാഗമാകുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം കൂടി നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതായത് ഇത് കേരളത്തിൻ്റെ സാമൂഹ്യ സുരക്ഷയ്ക്ക്, സ്ത്രീ സുരക്ഷയ്ക്ക് ഏത് തരത്തിലാണ് ഈ ലഹരി മാഫിയയുടെ വേരുകൾ വെല്ലുവിളിയായി മാറുന്നതെന്ന കൃത്യമായ ബോധ്യത്തിൽ തന്നെയാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് ഈ സർക്കാർ കടക്കുന്നത്. അതുതന്നെയാണ് സർക്കാരിൻ്റെ നയമായി ഗവർണർ സഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എക്സൈസിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെയും കൂടി സംയുക്തമായ ഒരു പദ്ധതിയായി ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ തുഫാൻ മാറുമെന്ന് തന്നെയാണ് ഗവർണറും പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ അത്തരത്തിൽ ഈ ലഹരി മാഫിയയെ കൃത്യമായി വരുതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ സർക്കാർ തുടക്കം മുതൽ തന്നെ കടക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നയപ്രഖ്യാപന പ്രസംഗത്തിലെ പരാമർശങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത്. യെസ്, ഒപ്പം നിരവധി സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്തും എന്നുകൂടി നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അവിടെ ഡാൻ സൂചിപ്പിക്കുന്ന പോലെ ഇതെല്ലാം പ്രഖ്യാപിക്കുക എന്നതിനപ്പുറത്ത് പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കും അത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എങ്കിലും മറ്റൊരു പ്രഖ്യാപനം ഇതിൽ കാണുന്നത് റെസ്പോൺസിബിൾ ടൂറിസം എന്നുള്ളതാണ്. ഒപ്പം ആത്മീയ ടൂറിസം. ഈ ആത്മീയ ടൂറിസത്തിന് വലിയ സാധ്യതയുണ്ട് എന്ന് നേരത്തെ തന്നെ ഈ രംഗത്തെ വിദഗ്ധർ പലപ്പോഴായി ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിവാദങ്ങൾ, അങ്ങനെ വിവാദങ്ങളിലൂടെയാണ് കേരളത്തിലെ ആത്മീയ കേന്ദ്രങ്ങൾ പലപ്പോഴും കൂടുതൽ ശ്രദ്ധയിലേക്ക് വരുന്നത്. അതിനെയൊക്കെ സാധ്യതയാക്കി മാറ്റാൻ പറ്റുന്ന മറ്റൊരു മറുഭാഗം കൂടി അവിടെ ഉണ്ടിടാൻ. അതോടൊപ്പം തന്നെയാണല്ലോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഭൂപ്രദേശമാണ് മൂന്നാറിലൊക്കെ ടൂർ പോകുന്നവർക്ക് നേരിടേണ്ടി വരുന്ന തിക്താനുഭവങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഈ ഉത്തരവാദിത്ത ടൂറിസം എന്ന വാക്ക് അല്ലെങ്കിൽ ആ പ്രയോഗം കൂടുതൽ പ്രസക്തമാവുകയാണല്ലോ ഡാൻ. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്ന അസംഘടിത മേഖലയിലടക്കം ഒരുപാട് പേർക്ക് ഉപജീവനത്തിന് വഴി തുറക്കുന്ന മേഖലയാണ് വിനോദസഞ്ചാര മേഖല. ആ വിനോദസഞ്ചാര മേഖലയെ കരുപ്പിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ, അല്ലെങ്കിൽ കോവിഡിന് ശേഷം ഉണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധികളുണ്ട്, അതിനെ പൂർണ്ണമായി മറികടക്കുന്നതിന് വേണ്ടി വിനോദസഞ്ചാര മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നതിനുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി ഉണ്ടാകുമെന്നതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ട
മനസ്സിലാക്കേണ്ടത് മത്സ്യബന്ധന മേഖലയെ ആധുനികവൽക്കരിക്കാനും കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാനും തീരസംരക്ഷണത്തിനും പുനരധിവാസത്തിനും പ്രാമുഖ്യം നൽകാനും ഉൾനാടൻ മത്സ്യബന്ധനത്തിന് പിന്തുണ നൽകാനുമൊക്കെ പ്രത്യേക പദ്ധതിയിൽ നടപ്പിലാക്കുമെന്നാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മത്സ്യബന്ധന മേഖലയുടെ ആധുനികവൽക്കരണത്തിലൂടെ അതിനെ വിനോദസഞ്ചാര മേഖലയുമായി കൂടി ബന്ധിപ്പിക്കാനുള്ള ഒരു നീക്കം. അതായത് നമുക്കറിയാം, വിദേശത്ത് നിന്നടക്കം 10,000-കണക്കിന് വിനോദസഞ്ചാരികളാണ് ഓരോ സീസണുകളിലും കേരളത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ മേഖലകളെ തമ്മിൽ, കേരളത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രത്യേക പദ്ധതികൾ വിനോദസഞ്ചാര വകുപ്പ് നടപ്പിലാക്കും. അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് ഗവർണറുടെ ഈ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വൈവിധ്യമായി നിലകൊള്ളുന്ന ഈ വിനോദസഞ്ചാര മേഖലയിലൂടെ തന്നെ പരമാവധി വരുമാനം സംസ്ഥാനത്തിന് നേടിയെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് പുതിയ പദ്ധതികൾ നടപ്പിലാക്കും എന്ന കൃത്യമായ സന്ദേശം തന്നെയാണ് നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് അനുബന്ധ മേഖലകളിലേക്ക് കൂടി ആ വികസനം എത്തും എന്നുകൂടി ഗവർണർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. യെസ്, അങ്ങനെ വി ഡി സതീശ സർക്കാരിന്റെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗമാണ് പൂർത്തിയായിട്ടുള്ളത്. ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലേക്ക്, അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് നോക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിനെയോ ഒപ്പം കഴിഞ്ഞ സർക്കാരിനെയോ കടന്നാക്രമിക്കാൻ ഈ തരത്തിലുള്ള നയപ്രഖ്യാപന പ്രസംഗ വേദിയെ UDF സർക്കാർ ഇടം നൽകിയിട്ടില്ല എന്നതാണ് നമുക്ക് പ്രാഥമികമായി വിലയിരുത്താൻ സാധിക്കുന്നത്. ഒപ്പം ജൂൺ 5-ന് അവതരിപ്പിക്കാൻ പോകുന്ന ഒരു ബജറ്റിന്റെ ആമുഖം എന്ന നിലയിൽ തന്നെ നമുക്ക് ഇപ്പോഴത്തെ നയപ്രഖ്യാപന പ്രസംഗത്തെ കാണുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ എന്താണ് പുതിയ സാമ്പത്തിക നയം, ഇതിനൊക്കെ പോംവഴിയുണ്ടോ എന്ന ചോദ്യത്തിന് ധനമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രി മറുപടി നൽകിയത് അതിനൊക്കെ അവസരങ്ങളുണ്ട്. അങ്ങനെയൊരു മാനേജ്മെന്റ്, അതായത് സാമ്പത്തിക മാനേജ്മെന്റിലേക്ക് ഈ സർക്കാർ പോകും എന്നതാണ്. അത് നമുക്ക് കണ്ടറിയേണ്ടത് തന്നെയാണ്.